ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. എല്ലാവർക്കും ഇന്ന് ഹാപ്പി സൺഡേ ആയിരുന്നു. ഞാൻ ഇന്ന് പകൽ കുക്കിങ്ങിൻ്റെ വീഡിയോയും ഒന്നും ഇട്ടില്ല. വീഡിയോ ഇടാൻ ഇന്ന് സത്യത്തിൽ മടിയായിരുന്നു. കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നില്ല. ചെന്നൈയിലൊക്കെ പോയിട്ട് വന്നില്ലേ, ചെന്നൈയിൽ പോയതിൻ്റെ അന്നില്ല, തലേന്നില്ല, ഇവിടെ നല്ലൊരു ഇടിച്ച് ചതഞ്ഞ് ഒരു പരുവായിരിക്കുക. അത് കാരണം അതിൻ്റെ എല്ലാം കഴിഞ്ഞ് കുറച്ച് വേദനയൊക്കെ ഉണ്ട്, തലവേദന. അങ്ങനെ അത് കാരണം ഇന്ന് വീഡിയോ ഇടാനുള്ള ഒരു മൂഡും ഇല്ല. പിന്നെ ഇങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആർക്കും ചില കഥകളൊക്കെ ഇഷ്ടപ്പെടും, ചിലതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അത് കാരണം എന്നും വിചാരിച്ച് ഞാൻ കഥ പറയാതൊന്നും ഇരിക്കത്തില്ല. എനിക്ക് തലവേദന ആയതുകൊണ്ട് ഇന്ന് ഒന്നും ഇട്ടില്ലായിരുന്നു. അങ്ങനെ അന്നേരം ഇന്ന് പകൽ രാവിലെ അടുക്കള പണിയും ഉച്ചക്കലത്തെ ഫുഡുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഫുഡുമൊക്കെ കഴിച്ചിട്ട് കയറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. വൈകുന്നേരം വരെ സുഖമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് നല്ല എണ്ണയൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞപ്പം തലവേദനയൊക്കെ അങ്ങ് മാറി, നല്ല ആക്റ്റീവായി, പഴയതുപോലായി. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് വീഡിയോ ഇടുന്നത്. എല്ലാവരും ഉറക്കമാവാറായി കാണും. ഞാൻ പകൽ ഉറങ്ങിയത് കൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് കഥകളൊക്കെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാമെന്ന് വിചാരിച്ച്. അങ്ങനെ വിചാരിച്ചിരിക്കാതെ ഒരു കല്യാണത്തിനായിട്ട് ചെന്നൈയിലൊക്കെ പോയതാണ് എൻ്റെ വിശേഷം. ചെന്നൈ വിശേഷങ്ങൾ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇട്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കണ്ടില്ല, ജസ്റ്റ് ഒരു വിസിറ്റ് ഇത്രയേ ഉള്ളൂ. പിന്നെ ബീച്ചിൽ പോയി എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, മറീന ബീച്ച്. ഇതിങ്ങനെ കേട്ട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു ആ സ്ഥലം ഒന്ന് കാണണമെന്ന്. അങ്ങനെ അതൊക്കെ കണ്ട്, അത് ഏറ്റവും വീതിയുള്ള ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ ബീച്ചാണത് നമ്മുടെ. അത് കാരണം ഇത് അവിടുത്തെ ഷൂട്ടിങ്ങും അവിടുത്തെ സിനിമാ കഥകളും എല്ലാം കേട്ടുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ എന്തായാലും പോയി കണ്ട്. വൈകുന്നേരത്തായിരുന്നെങ്കിൽ കൂടുതൽ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നേനെ. പക്ഷേ ഇത് പകലാണ് പോയത്. അതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇട്ടായിരുന്നു. ആൾക്കാരൊക്കെ അതൊന്നും അത്ര രസിക്കത്തില്ല, എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട്. കാണുന്നവർ കാണട്ടെ, അത്രയേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ ഇഷ്ടപ്പെടട്ടെ, കാണുന്നവർ കണ്ടാൽ മതി. എനിക്ക് എടുക്കാൻ പറ്റിയ വീഡിയോസൊക്കെ ഞാൻ ഇട്ടു. കിടിലം ആയിരുന്നു. അവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം കാണണമെങ്കിൽ നമ്മൾ ഈവനിങ്ങിൽ തന്നെ പോകണം. അവിടെ നമ്മൾ സ്റ്റേ ഒക്കെ അടിച്ച് വൈകിട്ട് പോയി കാണണം. ഈ നട്ടുച്ചയ്ക്ക് പോയിട്ടൊരു കാര്യമില്ല. എന്നാലും കണ്ടു എന്നുള്ള ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. ഇന്ന് പുറത്തൊന്നും പോയില്ല, കാരണം എക്സാമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. പിന്നെ അത് കാരണം എനിക്കും ഈ തലവേദനയുടെ പ്രശ്നം കാരണം ഞാനും എങ്ങും പോയില്ല. ഇന്ന് അമ്പലത്തിൽ പോലും പോയില്ല. വീട്ടിൽ തന്നെ രാവിലെ തന്നെ വീട്ടിലെ ജോലികളിലും കാര്യങ്ങളും എല്ലാം ആയിട്ട് വീട്ടിലങ്ങ് കൂടി. പിന്നെ ഇപ്പോൾ ഓരോ വാർത്തകളൊക്കെ കിടക്കുക, ഓരോന്നിൽ വായിക്കുമ്പം നമ്മുടെ ബാലയും മുമ്പൊരിക്കലും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഈ വാർത്തകൾ. ഈ ആളുകളൊക്കെ പോയി 1, 2, 3 ഒക്കെ കല്യാണം കഴിക്കും. പിന്നെ പഴയ കല്യാണങ്ങളെല്ലാം വിടുമ്പം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വെറുതെയുള്ള ഇഷ്യൂസാണ്. യഥാർത്ഥത്തിൽ ഒന്നാമത് ഇപ്പം എല്ലായിടത്തും ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ കല്യാണം ഡൈവേഴ്സ് ചെയ്തിട്ട് വീണ്ടും ഒരു കല്യാണം കഴിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു മോട്ടിവേറ്റർ ഉണ്ടല്ലോ, ആ സാറ് പറയുന്നത് ആദ്യത്തെ കല്യാണത്തിന് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് രണ്ടാമത്തെ കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞ് നല്ല പരുവാക്കി വേണം വരാനെന്നൊക്കെ പറയുന്നത് കേട്ട്. അങ്ങനെ കാരണം ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് രണ്ടാമത് കല്യാണം കഴിക്കുമ്പം ഇവർ ഒരുപാട് അഡ്ജസ്റ്റബിൾ ആവും. കാരണം കുറേ എക്സ്പീരിയൻസൊക്കെ കാണും രണ്ട് കൂട്ടുകാർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ വെച്ച് ഇവർ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവും രണ്ടാമത്. അതിലും അഡ്ജസ്റ്റബിൾ അല്ലെങ്കിലാണ് വീണ്ടും ഈ മൂന്നാമത് ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കപ്പിൾസ് ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യത്തെ വിവാഹം ശരിയാവത്തില്ലെന്ന് ബോധ്യപ്പെടുമ്പോഴാണല്ലോ ഡൈവേഴ്സിലേക്ക് പോകുന്നത്. ഈ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന എന്ത് കാര്യത്തിന്? അവരവർ
സ്വമനസാലെ പോയി ഡൈവേഴ്സ് ചെയ്ത് അവരെ ബന്ധം അങ്ങ് വേർപെടുത്തി ഹാപ്പിയായിട്ടങ്ങ് മാറി സന്തോഷത്തോടെ പിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞങ്ങ് വഷളായി അങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പ്രശ്നങ്ങളാണ്. അത് വായിക്കുന്നവർക്കും നെഗറ്റിവിറ്റി തോന്നും. എല്ലാം അവരവർക്ക് തന്നെ ഇത് നെഗറ്റീവാണ്. ഇത് ബന്ധം വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി എന്തിന് പറയുന്നു? പിന്നെ അങ്ങോട്ട് അവരുടെ കാര്യങ്ങളിലും അങ്ങോട്ട് ചെന്ന് വീണ്ടും ഇടപെടുകയും എന്തിനും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അവരവരുടെ ജീവിതം കണ്ടുപിടിക്കണം. അവരവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും വേറെ പോയി കല്യാണം കഴിക്കണം. പിന്നെ ആ ബന്ധവുമായിട്ട് സന്തോഷത്തോടെ അങ്ങ് ജീവിച്ചു പോകണം. പിന്നെ ഈ പഴയതിലോട്ട് എന്ന് അവരെ ജീവിതത്തിൽ കടന്നു കയറി ആവശ്യമില്ലാത്ത ഇഷ്യൂസും ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം എപ്പോഴും ഇത് തന്നെ കാണുന്നത്. ഇപ്പോൾ ഇല്ല ബാലയുടെ യൂട്യൂബ് ചാനലെടുത്താൽ അത് തന്നെ. ബാലയുടെ 3ാം വിവാഹവും 2ാം വൈഫും തമ്മിലുള്ള ഇഷ്യൂ ഇപ്പം കിടക്കുന്ന പ്രോബ്ലം. എലിസബത്ത് എന്ന് പറയുന്നത് നല്ല ഒരു മിടുക്കിയായ ഒരു ഡോക്ടറാണ്. നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. അച്ഛനും അമ്മയൊക്കെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ഉദ്യോഗസ്ഥരൊക്കെയാണ്. ഒരു വിഷയമില്ല. ഈ ഡോക്ടർ നല്ല ഒരു വ്യക്തിയാണ്. നല്ല മനസ്സുള്ള പുള്ളി അത് സമ്മതിച്ചാണ്. അപ്പോഴെന്ത് ചെയ്യണം? സ്വമനസാലെ അങ്ങ് പിരിഞ്ഞു പോകുമ്പം പിന്നെ ഈ കിടന്ന് പഴയ ബന്ധത്തിലോട്ട് ചെന്ന് ഓരോ അഭിപ്രായങ്ങളും പറഞ്ഞ് ആവശ്യമില്ലാത്ത ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടായി വരികയല്ലേ. അന്നേരം എന്ത് ചെയ്യണം? നമ്മൾ ആ ബന്ധം ശരിയാവത്തില്ലെന്ന് കണ്ടങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പുതിയ ഒരെണ്ണം കണ്ടുപിടിച്ച് സന്തോഷത്തോടെ സെറ്റിലാവണം. അല്ലെങ്കിൽ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാം. പക്ഷേ എന്തിന് പിന്നെ പോയി പഴയതിൽ ബന്ധത്തിൽ കിടന്ന ഇഷ്യൂസും പ്രശ്നങ്ങളും ഉണ്ടാക്കി? ഇത് വായിക്കുന്നവർക്കും ബുദ്ധിമുട്ട്. ഈ ഇഷ്യൂ ഉണ്ടാകുമ്പം പിന്നെ കേസായി കാര്യങ്ങളായി എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിച്ചു പോകുന്നതാണ് നല്ലത്. ഇതാണ് എനിക്കുള്ള അഭിപ്രായം. പിന്നെ ഇപ്പം അടുത്ത ഒരാൾക്ക് അപ്പോൾ അതെല്ലാം അവരവരുടെ ഇഷ്ടപ്രകാരം ബന്ധം വേർപെട്ട് പോയതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പുതിയ ബന്ധം ആയി പുതിയ വിവാഹമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവർക്ക് രണ്ടും വളരെ സന്തോഷം. അപ്പോഴും പിന്നെ ആ ജീവിതത്തിലേക്ക് എന്തിനാണ് ചെന്ന് ഓരോ അഭിപ്രായങ്ങൾ പറയാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഓരോ ഇഷ്യൂസിനും പോകുന്നത്? സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് പറഞ്ഞ് വെറുതെ വഷളായി ഇഷ്യൂസ് ഉണ്ടാകുന്നത് എന്തിനാണെന്നാണ് എൻ്റെ ഒരു സംശയം. എന്നിട്ട് പിന്നെ അത് അങ്ങ് ചാനലുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാനിരിക്കുകയാണ്. അവരിതെല്ലാം കൂടെ ദിവസം തോറും വഷളാക്കി വീണ്ടും പുതിയ വാർത്തകളും പ്രചരിച്ച് പ്രശ്നങ്ങളിലോട്ട് പോകുന്നു. അവർ ഹാപ്പിയായിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ. അപ്പം നമ്മൾ മാറി നമ്മുടെ ജീവിതം നോക്കുക. നമുക്ക് എല്ലാം ഉണ്ടല്ലോ, ജോലിയും നമ്മുടെ എല്ലാം സ്റ്റാറ്റസും എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ എന്തിനാണ് അതിനകത്തോട്ട് ചെന്ന് കയറി വീണ്ടും ഇഷ്യൂസ് ഉണ്ടാകുന്നത് എന്നാണ് തോന്നുന്നത്. പിന്നെ എല്ലാം അവരവരുടെ ഇഷ്ടം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ എൻ്റെ തലവേദനയൊക്കെ ഇപ്പം ഇത്തിരി കുറഞ്ഞു. ഇന്ന് എന്തായാലും ഈ പകൽ ഇത്രയും സമയം ഉറങ്ങിയതുകൊണ്ട് ഇനി ഉറക്കം ഇത്തിരി താമസിച്ചേ ഉറങ്ങത്തുള്ളൂ. അത് കാരണം ഇവിടെ ഇരുന്ന് വീഡിയോ ഇടുകയാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോസ് ഒന്നും ഇപ്പോൾ കാണുന്നില്ല. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഒന്നും കഥകളൊന്നും പറയാറില്ല. കുറേയൊക്കെ ആയപ്പോൾ എനിക്കും അങ്ങ് മടിയായി. പിന്നെ ആരും കാണുന്നുമില്ല എന്നൊക്കെയുള്ള ചിന്ത വന്ന് പിന്നെ ഇടയ്ക്ക് ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ ഇന്നൊരു വീഡിയോ ഇടാമെന്ന്. അങ്ങനെയാണ് ഇടുന്നത്. അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം. ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ടാറ്റാ.